നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫ്രാൻസ് ടീമിൽ ഫ്രഞ്ചുകാരില്ല എന്ന വളരെ വിവാദമായിട്ടുള്ളൊരു പരാമർശം ഇപ്പോൾ സ്പെയിനിൻ്റെ മുൻ പ്രധാനമന്ത്രി മരിയാനോ റജോയ് കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി. അതിനെ തള്ളിക്കൊണ്ട് ലമീൻ യമാൽ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഫുട്ബോൾ ലോകം മുഴുവനും അതിനെ തള്ളിക്കളയുകയാണ്. ഇതൊരു റേസിസം ഉൾപ്പെടുന്ന പ്രസ്താവനയാണെന്ന് തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ മരിയാനോ റജോയ് 2011 മുതൽ 2018 വരെ അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം ഒരു ഓൺലൈൻ പോർട്ടലിലാണ് ഇത്തരത്തിലുള്ളൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്നത്. അതിൽ അയാൾ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: ഫ്രാൻസ് എല്ലാ മത്സരങ്ങളും വിജയിച്ച് വളരെ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടീമാണ്. കറൻ്റ്ലി ഫിഫ റാങ്കിങ്ങിൽ 1-ാം നമ്പർ ടീമാണ്. അതോടൊപ്പം അവർക്ക് ടോപ്പ് ലെവൽ സ്ക്വാഡുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ അതിൽ ഫ്രഞ്ച് താരങ്ങളില്ല. ആൻഡ് ദേ ആർ പ്ലേയിങ് വെരി വെൽ, ദേ വിൽ ബി എ ഫോർമിഡബിൾ ഓപ്പണൻ്റ് എന്നാണ് അയാൾ പറഞ്ഞത്. അതായത് ഫ്രാൻസ് ടീമിൽ ഫ്രഞ്ച് താരങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വംശീയമായിട്ട് അധിക്ഷേപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലമീൻ യമാൽ ഇന്നത്തെ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങൾ കണ്ടിരുന്നു. അദ്ദേഹമാണ് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സ്പെയിൻ്റെ ഭാഗത്ത് വന്നത്. അപ്പോൾ അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി, നാളെ, അത് ഇന്നലെ പറഞ്ഞാണ് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ, അതാണ് നാളെ എന്ന് പറയുന്നത്, നാളെ ഒരു വേൾഡ് കപ്പിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മത്സരമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ ആ പർപ്പസ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റികളെ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ഫ്രാൻസിനേക്കാൾ നല്ലൊരു എക്സാമ്പിൾ ഈ സൊസൈറ്റികളെ ഒന്നിപ്പിക്കലിന് വേറെ ഇല്ല. ഞങ്ങളും അങ്ങനെ തന്നെയാണ്. സോ വി ആർ എൻ എക്സാമ്പിൾ ഓഫ് ഇൻറ്റഗ്രേഷൻ എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ പറയുന്ന വ്യക്തി, അതായത് മരിയാനോ റജോയ് പറഞ്ഞത് കണക്കിലെടുക്കേണ്ടതേ ഇല്ല, അത് തള്ളിക്കളയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ദാറ്റ്സ് വാട്ട് ഫുട്ബോൾ ഈസ് അൾട്ടിമേറ്റ്ലി അബൌട്ട്. ഒരാൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് ഇതില്ലാതെ ആവില്ല എന്നുകൂടി ലമീൻ യമാൽ പറയുന്നു. അതുപോലെ തന്നെ വാറൻസെ റെമറിയും ഈ ഒരു സംഭവത്തിൽ അദ്ദേഹത്തിൻ്റെ എതിർപ്പ് പ്രകടമാക്കിയിട്ടുണ്ട്. വാറൻസെ റെമറി പറഞ്ഞത്, തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം, അതായത് ഫ്രഞ്ച് ടീം, സൊസൈറ്റികളെ ഏറ്റവും നല്ല രൂപത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ടീമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനപ്പുറത്തേക്കൊന്നും ഇക്കാര്യത്തിലില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.